വെൽക്കം ടു ലാഷ് ക്ലാസ് ബി എ ഇംഗ്ലീഷ് ഇൻട്രൊഡക്ഷൻ ടു ദ വേൾഡ് ഓഫ് ലിറ്ററേച്ചറിലെ ടു എവരി ബ്രിട്ടൻ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് നമ്മൾ നോക്കുന്നത്. ഈ ചാപ്റ്ററിൻ്റെ സമ്മറിയുടെയും അനാലിസിസിൻ്റെയും വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമ്മൾ ഈ ചാപ്റ്ററിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. അക്കോർഡിംഗ് ടു ഗാന്ധി, വാട്ട് വിൽ ബി ദ കണ്ടീഷൻ ഓഫ് ഡെമോക്രസി ആഫ്റ്റർ വാർ? ഗാന്ധിയുടെ അഭിപ്രായത്തിൽ യുദ്ധത്തിന് ശേഷം ജനാധിപത്യത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഗാന്ധി ബിലീവ്സ് ദാറ്റ് ആഫ്റ്റർ വാർ ഡെമോക്രസി വിൽ ബി സിവിയർലി കോംപ്രമൈസ്ഡ്. ഗാന്ധി വിശ്വസിക്കുന്നത് യുദ്ധത്തിന് ശേഷം ജനാധിപത്യം ഗുരുതരമായ രീതിയിൽ തകർക്കപ്പെടുമെന്നാണ്. ദ വയലൻസ് ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് വാർ erode the core principles of freedom, equality and human rights that democracy stands for. യുദ്ധത്തിലുണ്ടാവുന്ന അക്രമങ്ങളും അതുപോലെ തന്നെ ഡിസ്ട്രക്ഷനുമെല്ലാം ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളായിട്ടുള്ള മനുഷ്യാവകാശം, സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ സമത്വം എന്നീ ആശയങ്ങൾ ഇല്ലാതാക്കും എന്ന് അദ്ദേഹം കരുതുന്നു. He argues that democracy cannot survive if it is defined through brutal methods. അപ്പോൾ ഇവിടെ ഗാന്ധി സംസാരിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. നാസികൾക്കെതിരെ, ഹിറ്റ്ലർക്കെതിരെ ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത് എന്നാണ് ബ്രിട്ടൻ പറയുന്നത്. അപ്പോൾ ഗാന്ധി പറയുന്നത് യുദ്ധത്തിലൂടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കില്ല, കാരണം യുദ്ധം ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾ തന്നെ ഇല്ലാതാക്കുന്നു എന്നാണ്. ഡിസ്കസ് ദ റീസൺ വൈ ഗാന്ധി കോൾഡ് ഫോർ എൻ എൻഡ് ടു ഹോസ്റ്റിലിറ്റീസ്. ഇനി ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ അക്രമ പ്രവർത്തനങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി ഗാന്ധി ആഹ്വാനം ചെയ്യുന്നതിന്റെ കാരണം എന്താണ്? ഗാന്ധി കോൾഡ് ഫോർ എൻ എൻഡ് ടു ഹോസ്റ്റിലിറ്റീസ് ബിക്കോസ് ഹി ബിലീവ്ഡ് ദാറ്റ് വയലൻസ് ഈവൻ ഇൻ ദ നെയിം ഓഫ് എ ജസ്റ്റ് കോസ് ഓൺലി പെർപച്വേറ്റ്സ് മോർ സഫറിങ് ആൻഡ് ഡിസ്ട്രക്ഷൻ. അപ്പോൾ ഗാന്ധി അക്രമം അവസാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതിന്റെ കാരണം ഈ വയലൻസ് നടത്തുന്നത് അത് നല്ല ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മുടെ ഈ കണ്ടക്സ്റ്റിനകത്ത് രണ്ടാം ലോക മഹായുദ്ധത്തിനകത്ത് നാസികൾക്കെതിരെ അല്ലെങ്കിൽ ഹിറ്റ്ലർക്കെതിരെയാണ് യുദ്ധം നടക്കുന്നത്. അപ്പോൾ നല്ല ഒരു ആശയത്തിന് വേണ്ടിയാണെങ്കിൽ കൂടിയും അക്രമം എന്നുള്ളത് കൂടുതൽ മനുഷ്യ ദുരിതങ്ങളിലേക്കും നാശത്തിലേക്കും മാത്രമേ നയിക്കൂ എന്നാണ് ഗാന്ധി പറയുന്നത്. ഹി അഡ്വക്കേറ്റഡ് ഫോർ നോൺ വയലന്റ് റെസിസ്റ്റൻസ്, ബിലീവിംഗ് ഇറ്റ് ടു ബി മോർ എഫക്റ്റീവ് ആൻഡ് മോറലി സുപ്പീരിയർ വേ ടു കൺഫ്രണ്ട് ടൈറനി. അപ്പോൾ ഈ ഹിറ്റ്ലർ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്, നാസികൾ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. അത് നോൺ വയലന്റ് മെത്തേഡിലൂടെ, ഒരു അഹിംസയുടെ മാർഗത്തിലൂടെയാണ് അത് ചെയ്യേണ്ടത്. അതാണ് ധാർമ്മികമായിട്ട് ഉയർന്ന രീതി എന്നാണ് ഗാന്ധി പറയുന്നത്. ലിസ്റ്റ് ദ മേജർ പവേഴ്സ് ഹു വർ ഇൻ ഓപ്പോസിഷൻ ടു ദ ബ്രിട്ടീഷ് ഡ്യൂറിംഗ് ദ സെക്കൻഡ് വേൾഡ് വാർ. ഇനി രണ്ടാം ലോക മഹായുദ്ധത്തിനകത്ത് ബ്രിട്ടൻ അക്രമം നിർത്തണം, യുദ്ധത്തിൽ നിന്ന് പിന്മാറണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗാന്ധി ലേഖനം എഴുതിയിട്ടുള്ളത്. ബ്രിട്ടൻ ആർക്കെതിരെയാണ് യുദ്ധം ചെയ്തിരുന്നത്? എതിർപക്ഷത്തുണ്ടായിരുന്നത് ആരൊക്കെയായിരുന്നു? The major powers in opposition to the British during the World War II included Nazi Germany, Italy and Japan. അപ്പോൾ ബ്രിട്ടന്റെ ആ സമയത്തുള്ള പ്രധാന ശത്രുക്കൾ എന്ന് പറയുന്നത് ഒന്ന് നാസി ജർമ്മനിയാണ്, രണ്ടാമത് ഇറ്റലിയാണ്, മുസോളിനിയാണ് ആ സമയത്ത് ഇറ്റലിയിലുള്ളത്. ഇതുകൂടാതെ ജപ്പാനുമാണ് ബ്രിട്ടന്റെ എതിർചേരിയിലുള്ള മൂന്ന് പ്രധാന രാജ്യങ്ങൾ. ടുഗദർ ദേ വർ കോൾഡ് ദ ആക്സിസ് പവേഴ്സ്. ഇനി ഈ മൂന്ന് രാജ്യങ്ങളെ ആക്സിസ് പവേഴ്സ് അല്ലെങ്കിൽ അച്ചുതണ്ട് ശക്തികൾ എന്നാണ് ആ കാലത്ത് വിളിച്ചിരുന്നത്. യു വിൽ ഗിവ് ഓൾ ദീസ് ബട്ട് നെയ്തർ യുവർ സോൾസ് നോർ യുവർ മൈൻഡ്സ് ഇലാബറേറ്റ്. ഇനി അഹിംസയുടെ മാർഗത്തിലൂടെ എങ്ങനെ ഒരു പ്രതിരോധം നടത്തണം എന്നതിനെ കുറിച്ച് പറയുമ്പോഴാണ് നിങ്ങളിതെല്ലാം നൽകും, പക്ഷെ നിങ്ങളുടെ ആത്മാവും മനസ്സും നൽകില്ല എന്ന് ഗാന്ധി പറയുന്നത്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇൻ ദിസ് സ്റ്റേറ്റ്മെന്റ് Gandhi is emphasizing that material possessions and even life can be surrendered in non-violent protest. ഗാന്ധി പറയുന്നത് മെറ്റീരിയൽ പൊസഷൻസ്, ആളുകളുടെ വീട്, സ്ഥലം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു അഹിംസയുടെ മാർഗത്തിലുള്ള പ്രതിരോധത്തിനകത്ത് ഒരുപക്ഷെ ഉപേക്ഷിക്കേണ്ടി വരും, ഒരുപക്ഷെ അവരുടെ ജീവൻ തന്നെ അതിനുവേണ്ടി കൊടുക്കേണ്ടി വരും എന്നാണ് ഗാന്ധി പറയുന്നത്. However, individuals should hold on to their moral values and refuse to submit their conscience or principles to oppressive authority. എന്നാൽ അവരുടെ ധാർമ്മിക മൂല്യങ്ങൾ മാത്രം അവർ വിട്ടുകൊടുക്കരുത്. അതായത് ഈ നാസികൾ പറയുന്ന കാര്യങ്ങൾ, നിയമങ്ങൾ അവർ അനുസരിക്കരുത് എന്നുള്ള രീതിയിലാണ് ഗാന്ധിയുടെ അഹിംസയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കാര്യമാണ് നിസ്സഹകരണ പ്രസ്ഥാനം എന്നുള്ളത്.
അപ്പോൾ അവർക്ക് യോജിക്കാൻ കഴിയാത്ത നിയമങ്ങളോടും കാര്യങ്ങളോടും അവർ വിയോജിപ്പ് പ്രകടിപ്പിക്കുക, അത്തരം കാര്യങ്ങൾ അനുസരിക്കാതിരുന്നുകൊണ്ട് അവരുടെ ആത്മാവും മനസ്സും വിട്ടുകൊടുക്കാതിരിക്കുക, എന്നാൽ അവരുടെ വീടോ നാടോ അതുപോലെ തന്നെ അവരുടെ ജീവനോ വരെ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് തിരിച്ച് അക്രമത്തിലൂടെ പ്രതികരിക്കാതിരിക്കുക എന്നാണ് ഗാന്ധി പറയുന്നത്. How did Gandhi express his continued affection for the British people despite his opposition to imperialism? ഇനി ഈ ആർട്ടിക്കിൾ ഗാന്ധി എഴുതുന്ന രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പശ്ചാത്തലം കൂടിയാണ്. അപ്പോൾ ഈ ബ്രിട്ടനെതിരെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ബ്രിട്ടീഷ് ജനതയോട് തനിക്ക് സ്നേഹമാണെന്ന് ഗാന്ധി പറയുന്നുണ്ട്. എങ്ങനെയാണ് ഗാന്ധി അത് എക്സ്പ്രസ് ചെയ്യുന്നത്? ഡിസ്പൈറ്റ് ഹിസ് ഒപ്പോസിഷൻ ടു ബ്രിട്ടീഷ് ഇംപീരിയലിസം, ഗാന്ധി എക്സ്പ്രസ്ഡ് കണ്ടിന്യൂഡ് അഫെക്ഷൻ ഫോർ ദ ബ്രിട്ടീഷ് പീപ്പിൾ. അപ്പോൾ ഗാന്ധി പറയുന്നത് ബ്രിട്ടന്റെ ഒരു ഇംപീരിയലിസത്തിനോട്, സാമ്രാജ്യത്വത്തോട് ഗാന്ധിക്ക് വിയോജിപ്പുണ്ട്, എന്നാൽ ബ്രിട്ടീഷ് ജനതയോട് ഗാന്ധിക്ക് വിയോജിപ്പില്ല. ബ്രിട്ടനിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോടെല്ലാം തന്നെ ഗാന്ധിക്ക് സ്നേഹമാണുള്ളതെന്ന് അദ്ദേഹം പറയുന്നു. He emphasized his belief in universal love, which extended to the British. ഇനി ഗാന്ധി യൂണിവേഴ്സൽ ലവിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ യൂണിവേഴ്സൽ ലവ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്രിട്ടനിലെ ജനങ്ങളും കൂടി അതിൻ്റെ ഭാഗമാകും. ഗാന്ധി sought peaceful resistance aimed not at harming the British, but at achieving freedom and justice for all. അപ്പോൾ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടി ഗാന്ധി ബ്രിട്ടനോട് പറയുന്നത് ബ്രിട്ടീഷുകാർ അവിടെ നശിച്ചു പോകാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഗാന്ധി ഇത് പറയുന്നതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ഇവാലുവേറ്റ് ഹൗ ഗാന്ധി വ്യൂഡ് ദ വാർ ആസ് എ കേഴ്സ് ടു ഹ്യൂമാനിറ്റി. ഇനി ഗാന്ധി എങ്ങനെയാണ് യുദ്ധത്തെ മാനവരാശിയുടെ ഒരു ശാപമായിട്ട് കാണുന്നത്? ഗാന്ധി viewed war as a curse to humanity due to its immense suffering and destruction. ഒന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും ഊഹിക്കാൻ കഴിയുന്നത് പോലെ യുദ്ധമുണ്ടാക്കുന്ന വലിയ രീതിയിലുള്ള ദുരിതവും നാശനഷ്ടങ്ങളുമാണ് അതൊരു ശാപമാണെന്ന് ഗാന്ധി പറയുന്നതിനുള്ള കാരണം. വാർ ഡീഹ്യൂമനൈസസ് ഇൻഡിവിജ്വൽസ് ആൻഡ് അണ്ടർമൈൻസ് ദ മോറൽ ഫാബ്രിക് ഓഫ് സൊസൈറ്റി. ഇനി യുദ്ധത്തിന്റെ കാലഘട്ടത്തിനകത്ത് സമൂഹത്തിനകത്ത് ധാർമ്മിക മൂല്യങ്ങളൊന്നും നിലനിൽക്കുന്നില്ല. എല്ലാവരും യുദ്ധം ചെയ്യിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത് സമൂഹത്തിന്റെ ധാർമ്മികത ഇല്ലാതാവുന്നു എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. ഫോർ ഗാന്ധി, വാർ വാസ് ആൻ എത്തിക്കൽ ഫെയിലിയർ ദാറ്റ് എക്സാർബറേറ്റഡ് ക്രൂവൽറ്റി ഈവൻ ടുവേർഡ് സിവിലിയൻസ്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഗാന്ധി പറയുന്നത്, യുദ്ധത്തിനകത്ത് പട്ടാളക്കാർക്ക് മാത്രമല്ല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, പ്രത്യേകിച്ചും രണ്ടാം ലോക മഹായുദ്ധത്തിന്റെയും ഇന്നത്തെ കാലത്തുള്ള യുദ്ധങ്ങളുടെയൊക്കെ സാഹചര്യത്തിൽ സാധാരണക്കാരായിട്ടുള്ള സിവിലിയൻസ് ആയിട്ടുള്ള ആളുകൾ കൂടി അതിനകത്ത് കൊല്ല ചെയ്യപ്പെടുകയും അതുപോലെ ദുരിതം അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഗാന്ധി യുദ്ധത്തെ ഒരു ശാപമെന്ന് വിളിക്കുന്നത്. ഇറ്റ് കോൺട്രഡിക്റ്റഡ് ഹിസ് ഫണ്ടമെന്റൽ വാല്യൂസ് ഓഫ് കമ്പാഷൻ, ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ്. ഇനി ഗാന്ധിയുടെ അടിസ്ഥാന തത്വങ്ങളായിട്ടുള്ള അഹിംസ, സത്യം, സഹാനുഭൂതി തുടങ്ങിയവുമായിട്ട് ചേർന്ന് നിൽക്കാത്ത ഒരു കാര്യം എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഗാന്ധി യുദ്ധത്തെ ഒരു ശാപമെന്ന് വിളിക്കുന്നത്. The war cannot effectively combat Nazism through similar methods of destruction. Discuss. മറ്റൊരു കാര്യം ഗാന്ധി പറയുന്നത്, നാസി ജർമ്മനിക്കെതിരായിട്ട് അവരുടെ അതേപോലെ തന്നെ ഡിസ്ട്രക്ഷന്റെ അല്ലെങ്കിൽ ഈ ഒരു വിനാശത്തിന്റെ മാർഗത്തിലൂടെ ജയിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ്. അതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ഗാന്ധി argued that combating Nazism through violence and warfare would be morally counterproductive. പ്രധാനമായിട്ട് ഗാന്ധി യുദ്ധം എന്നതിന് അടിസ്ഥാനപരമായിട്ട് എതിരാണ്, അത് ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ല എന്നുള്ള കാര്യമാണ് ഗാന്ധി പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഈ നാസികൾക്കെതിരെ യുദ്ധം ചെയ്യുന്നത് ധാർമ്മികതയ്ക്ക് നിരക്കാത്ത ഒരു കാര്യം എന്നുള്ള രീതിയിൽ ഗാന്ധി എതിർക്കുന്നു. യൂസിങ് ഫോഴ്സ് ടു ഫൈറ്റ് എവിൾ ഓൺലി പെർപെച്വേറ്റ്സ് മോർ എവിൾ, ക്രിയേറ്റിംഗ് എ വിഷ്യസ് സൈക്കിൾ ഓഫ് വയലൻസ്. ഇനി അക്രമത്തിനെ നേരിടാൻ വേണ്ടി അക്രമം ഉപയോഗിക്കുകയാണെങ്കിൽ അത് കൂടുതൽ അക്രമത്തിലേക്ക് മാത്രമാണ് നയിക്കുള്ളൂ. കാരണം നമ്മൾ അവരോട് അക്രമം ചെയ്തു, അവർ തിരിച്ച് നമ്മളോട് അക്രമം ചെയ്തു, പിന്നെ വീണ്ടും അങ്ങോട്ട് അക്രമം ചെയ്തു. അതിങ്ങനെ ഒരു ചക്രം പോലെ ഈ ഒരു അക്രമങ്ങളുടെ പരമ്പരയായിരിക്കും സൃഷ്ടിക്കുക എന്നാണ് ഗാന്ധി പറയുന്നത്. ഗാന്ധി believed that employing similar brutal methods would make the British no better than their enemies. ഇനി നാസികൾ ചെയ്യുന്നത് അക്രമവും അതുപോലെ തന്നെ വിനാശവുമാണ്. യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ ബ്രിട്ടനും അത് തന്നെയാണ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഈ നാസികളും ബ്രിട്ടനും തമ്മിലൊരു വ്യത്യാസമില്ലാത്തൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമെന്ന് കൂടി ഗാന്ധി പറയുന്നു. He asserted that the British would need to become more cruel than the Nazis to defeat them in war,
വിച്ച് വുഡ് എറോഡ് ദെയർ മോറൽ സ്റ്റാൻഡിങ്. മറ്റൊരു കാര്യം പറയുന്നത്, ഒരു മോറൽ സ്റ്റാൻഡിങ്ങിൽ നിന്നുകൊണ്ടാണ് ബ്രിട്ടൻ യുദ്ധം ചെയ്യുന്നത്. അതായത് ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നുള്ള ഒരു പോയിന്റാണ് യുദ്ധത്തിന്റെ ന്യായീകരണമായിട്ട് ബ്രിട്ടൻ പറയുന്നത്. എന്നാൽ നാസികൾക്കെതിരെ, ഹിറ്റ്ലർക്കെതിരെ യുദ്ധം ജയിക്കണം എന്നുണ്ടെങ്കിൽ അവരെക്കാൾ കൂടുതൽ ക്രൂരത കാണിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ സാധിക്കൂ എന്നാണ് ഗാന്ധി പറയുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ബ്രിട്ടൻ ഉണ്ട് എന്ന് പറയപ്പെടുന്ന ആ ഒരു ധാർമ്മിക മൂല്യം നഷ്ടപ്പെടും എന്നുകൂടി ഗാന്ധി സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് നാസികൾക്കെതിരെ അവരുടെ അതേ അക്രമത്തിന്റെ പാത ഉപയോഗിച്ചുകൊണ്ട് ജയിക്കാൻ സാധിക്കില്ല എന്ന് ഗാന്ധി പറയുന്നത്. കമന്റ് ഓൺ ഗാന്ധിസ് എക്സ്പീരിയൻസ് ഓഫ് നോൺ വയലൻസ് ഇൻ ലൈഫ്. പിന്നെ ഗാന്ധി ഈ ആർട്ടിക്കിൾ അവസാനിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, താൻ പറയുന്നത് എന്താണെന്നതിനെ കുറിച്ച് വ്യക്തമായ ബോധ്യത്തോടു കൂടിയാണ് താൻ സംസാരിക്കുന്നത്. കാരണം തൻ്റെ ജീവിതത്തിലുടനീളം ഈ അഹിംസയുടെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ എന്നാണ് ഗാന്ധി തന്നെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഗാന്ധിയുടെ ആ ഒരു ജീവിതത്തിലുള്ള ഈ നോൺ വയലൻസിന്റെ അല്ലെങ്കിൽ അഹിംസയുടെ ഒരു സിഗ്നിഫിക്കൻസ് ആണ് ചോദിക്കുന്നത്. ഗാന്ധിസ് എക്സ്പീരിയൻസ് വിത്ത് നോൺ വയലൻസ് വാസ് ട്രാൻസ്ഫോർമേറ്റീവ് ആൻഡ് ഷേപ്ഡ് ഹിസ് അപ്രോച്ച് ടു ലൈഫ് ആൻഡ് പൊളിറ്റിക്സ്. ഗാന്ധിയെ സംബന്ധിച്ച് ഈ അഹിംസയുടെ പാത എന്ന് പറയുന്നത് അദ്ദേഹത്തെ തന്നെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു പാതയായിരുന്നു. ഗാന്ധിയുടെ ഒരു രാഷ്ട്രീയ മാർഗം മാത്രമല്ല, അത് ഒരു ജീവിത രീതി എന്നുള്ള രീതിയിലാണ് ഗാന്ധി അതിനെ കാണുന്നത്. He first practiced non-violence during his time in South Africa, leading civil rights campaigns through peaceful methods. ഗാന്ധി ആദ്യമായിട്ട് അഹിംസയുടെ മാർഗത്തിലുള്ള സമരം ചെയ്യുന്നത് സൗത്ത് ആഫ്രിക്കയിലായിരിക്കുന്ന സമയത്താണ്. അവിടെ ഈ സിവിൽ റൈറ്റ്സിന് വേണ്ടി, പൗരാവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് അഹിംസയുടെ മാർഗത്തിൽ സമാധാനപരമായിട്ട് ഗാന്ധി സമരം ചെയ്തിരുന്നു. ഓവർ ടൈം നോൺ വയലൻസ് ബിക്കം നോട്ട് ജസ്റ്റ് എ പൊളിറ്റിക്കൽ ടൂൾ ബട്ട് എ സ്പിരിച്വൽ ആൻഡ് എത്തിക്കൽ ഫൗണ്ടേഷൻ ഫോർ ഹിം. അപ്പോൾ ഒരു സമരമാർഗം എന്നുള്ള രീതിയിലാണ് ഗാന്ധി അഹിംസ ആരംഭിക്കുന്നതെങ്കിൽ പിന്നീട് അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു തത്വശാസ്ത്രമായി തന്നെ മാറുന്നതാണ് നമ്മൾ കാണുന്നത്. ഹിസ് ലീഡർഷിപ്പ് ഇൻ ദി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ്, എസ്പെഷ്യലി ഡ്യൂറിംഗ് ആക്ട്സ് ലൈക്ക് ദ സാൾട്ട് മാർച്ച്, ഡെമോൺസ്ട്രേറ്റഡ് ദ പവർ ഓഫ് നോൺ വയലന്റ് റെസിസ്റ്റൻസ്. ഇനി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഗാന്ധി ഒട്ടേറെ അഹിംസാ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഉപ്പു സത്യാഗ്രഹം പോലെ ഉള്ളവ അതിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരം സമര രീതിയുടെ ഒരു വിജയ സാധ്യത ഗാന്ധിയുടെ ഈ അനുഭവങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇനി ഇതിൽ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ഗാന്ധി urges the Britons to adopt non-violence instead of war. What are the suggestions given by him to the Britons? ഇനി നാസികൾക്കെതിരായിട്ടുള്ള പ്രതിരോധത്തിൽ യുദ്ധത്തിന് പകരം അഹിംസയുടെ പാത സ്വീകരിക്കാൻ വേണ്ടിയാണ് ഗാന്ധി പറയുന്നത്. അതിനായിട്ട് ഗാന്ധി കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണ്? Gandhi urged the British to adopt non-violence as an alternative to war, emphasizing moral strength over physical force. അപ്പോൾ ഗാന്ധി ബ്രിട്ടീഷുകാരോട് പറയുന്നത് യുദ്ധത്തിന് പകരം അഹിംസയുടെ പാത സ്വീകരിക്കാൻ വേണ്ടിയാണ്. ഫിസിക്കൽ ഫോഴ്സിന് പകരം മോറൽ സ്ട്രെങ്ത്തിന് പ്രാധാന്യം കൊടുക്കാനാണ് ഗാന്ധി പറയുന്നത്. അതായത് ധാർമ്മിക മൂല്യങ്ങൾക്കും മനസ്സിന്റെ ശക്തിക്കും പ്രാധാന്യം കൊടുക്കാനാണ് ഗാന്ധി ബ്രിട്ടീഷുകാരോട് പറയുന്നത്. He suggested the British abandon their weapons and let Hitler occupy their land if necessary, relying on moral resistance instead of armed conflict. ഇനി ഈ ഹിറ്റ്ലറും നാസിയും ബ്രിട്ടനെതിരെ യുദ്ധം ചെയ്യുന്നത് ബ്രിട്ടീഷ് രാജ്യം അല്ലെങ്കിൽ അവരുടെ ഈ ഒരു ഭൂമി പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് അവർ എടുത്തോട്ടെ എന്നാണ് ഗാന്ധി പറയുന്നത്. അത് എതിർക്കാൻ വേണ്ടി അക്രമത്തിന്റെ പാതയിൽ പ്രതിരോധിക്കേണ്ടതില്ല എന്ന് ഗാന്ധി പറയുന്നു. മറിച്ച് ധാർമ്മിക മൂല്യങ്ങളിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള അഹിംസയുടെ പാതയിൽ പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് ഗാന്ധി പറയുന്നത്. ഗാന്ധി പ്രപ്പോസ്ഡ് ദാറ്റ് ബ്രിട്ടീഷ് സിറ്റിസൺസ് റിഫ്യൂസ് ടു കോഓപ്പറേറ്റ് വിത്ത് ദ നാസീസ് ഈവൻ ഇഫ് ഇറ്റ് മെന്റ് എൻഡ്യൂറിംഗ് സഫറിംഗ് ഓർ ഡെത്ത്. അപ്പോൾ ഗാന്ധിയുടെ അഹിംസയുടെ കൂടെ തന്നെ ചേർന്ന് നിൽക്കുന്ന മറ്റൊരു ആശയമാണ് നിസ്സഹകരണ പ്രസ്ഥാനം എന്നുള്ളത്. അത്തരത്തിൽ ഇവിടെ ബ്രിട്ടനിൽ നാസികൾ, ജർമ്മനികൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന നിയമങ്ങളോ അവരുടെ കാര്യങ്ങളോ അനുസരിക്കാതെ നിസ്സഹകരണ പ്രസ്ഥാനത്തിലൂടെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഗാന്ധി പറയുന്നത്. അതിന് ഒരുപക്ഷെ വലിയ ദുരിതങ്ങളും ഒരുപക്ഷെ സ്വന്തം ജീവൻ വരെ കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കാം. പക്ഷേ ആ സമയത്തും മനസ്സിന്റെ ശക്തി കൈവിടരുത് എന്നാണ് ഗാന്ധി അവരോട് പറയുന്നത്. He advised Britons to trust in the transformative power of truth and love, which he believed could win over even the oppressors. മറ്റൊരു കാര്യം ഗാന്ധി പറയുന്നത് ഈ സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും ട്രാൻസ്ഫോർമേറ്റീവ് പവറിൽ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ അഹിംസയുടെ പാതയിൽ, ഈ സ്നേഹത്തിൻ്റെ പാതയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ
നമ്മളെ എതിർക്കാൻ വരുന്ന ആളുകളിൽ പോലും അതൊരു മാറ്റമുണ്ടാക്കും. അപ്പോൾ നാസികളാണെങ്കിലും ജർമ്മനിക്കാരാണെങ്കിലും അതുപോലെ നമ്മുടെ ശത്രുക്കൾ ആര് തന്നെയാണെങ്കിലും ഈ ഒരു അഹിംസയുടെ പാതവും സ്നേഹത്തിന്റെ പാതയും നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ അവരിൽ അതൊരു മാറ്റമുണ്ടാക്കും എന്നാണ് ഗാന്ധി പറയുന്നത്. ഗാന്ധി എൻകറേജ്ഡ് ഇൻഡിവിജ്വൽസ് ടു അക്സെപ്റ്റ് ഒപ്രഷൻ വിത്തൗട്ട് ഹേറ്റഡ് ഓർ റിട്ടാലിയേഷൻ, അപ്ഹോൾഡിംഗ് ഡിഗ്നിറ്റി ആൻഡ് മോറൽ സുപ്പീരിയോറിറ്റി. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ സഹനത്തിന്റെ ഒരു പാത കൂടിയാണ് അഹിംസയുടെ പാത എന്ന് പറയുന്നത്. അപ്പോൾ തുടക്കത്തിൽ ഈ ഒരു ഒപ്രഷന്റെ സമയത്ത് നാസികളിൽ നിന്ന് അവർക്ക് ദുരിതങ്ങൾ നേരിടേണ്ടി വരും. അത് ഈ ഒരു ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സഹിക്കാൻ വേണ്ടിയാണ് ഗാന്ധി അവരോട് നിർദ്ദേശിക്കുന്നത്. He stressed that such a non-violent action would inspire other nations and set a powerful example of ethical resistance. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിന്റെ കണ്ടക്സ്റ്റ് എന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധമാണ്. ബ്രിട്ടൻ മാത്രമല്ല യുദ്ധത്തിലുള്ളത്, ലോകത്തെ ഒരുപാട് രാജ്യങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ബ്രിട്ടൻ ഇങ്ങനെ ഒരു അഹിംസയുടെ പാത സ്വീകരിക്കുകയാണെങ്കിൽ അത് മറ്റ് രാജ്യങ്ങൾക്കുള്ള ഒരു എക്സാമ്പിൾ കൂടിയാകും. അങ്ങനെ കൂടുതൽ രാജ്യങ്ങൾ ഈ അഹിംസയുടെ പാത സ്വീകരിക്കാൻ കാരണമാകുമെന്ന് ഗാന്ധി പറയുന്നു. Ultimately, Gandhi saw non-violence as a means of preserving the values of justice, democracy and humanity without engaging in the destructive cycle of war. അപ്പോൾ പൊതുവിൽ നമുക്ക് പറയാൻ കഴിയുന്നത് ഈ അഹിംസയുടെ പാത എന്ന് പറയുന്നത് നീതിയും ജനാധിപത്യവും മാനവികതയും ഉയർത്തിപ്പിടിക്കുന്ന അക്രമരഹിതമായിട്ടുള്ള ഒരു പ്രതിരോധ രീതി എന്ന രീതിയിലാണ്. ആ ഒരു പാതയാണ് ഗാന്ധി ബ്രിട്ടീഷുകാരോട് നാസികൾക്കെതിരായിട്ടുള്ള പ്രതിരോധത്തിൽ സ്വീകരിക്കാൻ വേണ്ടി പറയുന്നത്. ഇനി ഇതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫിലോസഫി ഓഫ് നോൺ വയലൻസ് ഇൻഫ്ലുവൻസ്ഡ് മെനി ഗ്രേറ്റ് തിങ്കേഴ്സ് ഇൻ ദ 20th century. ഡിസ്കസ് ദി ഇമ്പാക്ട് ഓഫ് ദി അഡോപ്ഷൻ ഓഫ് നോൺ വയലൻസ് ഗ്ലോബലി. ഇനി ഗാന്ധിയുടെ ഈ ഒരു അഹിംസയുടെ സിദ്ധാന്തം പല ചിന്തകരും 20ാം നൂറ്റാണ്ടിൽ ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെ ഗാന്ധിയുടെ ഈ ഒരു അഹിംസാ സിദ്ധാന്തത്തിന് ലോകവ്യാപകമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. ഗാന്ധിസ് ഫിലോസഫി ഓഫ് നോൺ വയലൻസ് ബിക്കെയിം എ ഗ്ലോബൽ ഫോഴ്സ് ഇൻഫ്ലുവൻസിങ് മെനി സിഗ്നിഫിക്കൻറ്റ് തിങ്കേഴ്സ് ആൻഡ് മൂവ്മെന്റ്സ്. അപ്പോൾ ഗാന്ധിയുടെ ഈ ഒരു അഹിംസാ സിദ്ധാന്തം എന്ന് പറയുന്നത് ലോകവ്യാപകമായിട്ടുള്ള ഒരു ശക്തിയായിട്ട് വളർന്നിട്ടുണ്ട്. പല ചിന്തകരെയും അതുപോലെ തന്നെ പല മൂവ്മെന്റ്സിനെയും പല അവകാശ പോരാട്ടങ്ങളെയും സമരങ്ങളെയും ഒക്കെ ഈ ഒരു ചിന്ത സ്വാധീനിച്ചിട്ടുണ്ട്. His ideas were not just a political tool, but a comprehensive philosophy for moral action and social justice. അപ്പോൾ ഗാന്ധിയുടെ അഹിംസ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ സമര മാർഗം മാത്രമല്ല, മറിച്ച് അതൊരു സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ നീതിക്ക് വേണ്ടിയിട്ടും ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് കൂടിയായിട്ടുള്ള ഒരു ഫിലോസഫി ആയിട്ടാണ് നമ്മൾ കാണുന്നത്. Martin Luther King Jr. was deeply inspired by Gandhi's non-violence in his fight against racial segregation in the United States. ഇനി അമേരിക്കയിൽ വർണ്ണവിവേചനത്തിനെതിരെ പോരാട്ടങ്ങളിൽ ശ്രദ്ധേയനായിട്ടുള്ള മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഗാന്ധിയുടെ ഈ ഒരു അഹിംസ സിദ്ധാന്തത്തിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. Non-violence became the cornerstone of the civil rights movement, leading to legislative changes like the Civil Rights Act of 1964. അപ്പോൾ അമേരിക്കയിൽ വർണ്ണവിവേചനം അവസാനിപ്പിക്കുന്ന ഈ സമര പോരാട്ടങ്ങളിൽ അഹിംസയുടെ പാതയാണ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് ഗാന്ധിയുടെ ഈ ഒരു ഫിലോസഫിയുടെ ഇമ്പാക്ട് വളരെ നിർണായകമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇൻ ആഫ്രിക്ക, leaders like Nelson Mandela adopted non-violence in their struggles for independence and against apartheid. ഇനി ആഫ്രിക്കയിൽ നെൽസൺ മണ്ടേലെ പോലെയുള്ള നേതാക്കൾ ആദ്യം അവരുടെ സ്വാതന്ത്ര്യ സമരത്തിലും പിന്നീട് അവിടെയുള്ള വർണ്ണവിവേചനത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിലും ഗാന്ധിയുടെ ഈ ഒരു അഹിംസ സിദ്ധാന്തം പിന്തുടരുകയുണ്ടായിട്ടുണ്ട്. മണ്ടേല, ആഫ്റ്റർ ഇനീഷ്യലി ഫോക്കസിംഗ് ഓൺ ആംഡ് സ്ട്രഗിൾ, later recognized the power of non-violence in promoting racial equality. നെൽസൺ മണ്ടേല ആദ്യകാലത്ത് അക്രമത്തിന്റെ പാതയിലുള്ള ഒരു വിപ്ലവകാരിയായിട്ടുള്ള നേതാവായിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹം ഈ അഹിംസയുടെ ശക്തി തിരിച്ചറിയുകയും അദ്ദേഹത്തിന്റെ സമരമാർഗം അഹിംസയുടെ പാതയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ഗാന്ധിസ് ഫിലോസഫി ഇൻഫ്ലുവൻസ്ഡ് ഗ്ലോബൽ പീസ് മൂവ്മെന്റ്സ്, എസ്പെഷ്യലി ഇൻ ദ പോസ്റ്റ് വേൾഡ് വാർ II എറ, അഡ്വക്കേറ്റിംഗ് ഡിപ്ലോമസി ആൻഡ് നോൺ വയലന്റ് ആക്ഷൻ. ഇനി ഗാന്ധിയുടെ ഫിലോസഫി സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള മൂവ്മെന്റ്, യുദ്ധത്തിനെതിരെയും മറ്റും
നടന്നിട്ടുള്ള മൂവ്മെന്റുകളിലെല്ലാം തന്നെ ഒരു നിർണായക സ്വാധീനമായിട്ട് വന്നിട്ടുണ്ട്. നോൺ വയലൻസ് ഇൻസ്പയർഡ് ദ 1960s ആന്റി-വാർ പ്രൊട്ടസ്റ്റ് ഇൻക്ലൂഡിംഗ് ദോസ് ഓപ്പോസിംഗ് ദ വിയറ്റ്നാം വാർ. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഈ 1960കളിൽ നടന്നിട്ടുള്ള പല യുദ്ധങ്ങൾക്ക് എതിരായിട്ട് ആളുകൾ നടത്തുന്ന സമരങ്ങളിൽ, പ്രത്യേകിച്ചും ആ കാലത്ത് പ്രധാനമായിട്ടുള്ള യുദ്ധമായിരുന്ന വിയറ്റ്നാം യുദ്ധത്തിന് എതിരെയെല്ലാം ആളുകൾ നടത്തിയിരുന്ന സമരങ്ങളിൽ ഗാന്ധിയുടെ ഈ ഒരു അഹിംസാ സിദ്ധാന്തത്തിന്റെ സ്വാധീനം നമുക്ക് കാണാം. Gandhi's ideas also influenced human rights movements, advocating for climate action, gender equality and the rights of marginalized communities. ഇനി യുദ്ധത്തിന് എതിരായിട്ടുള്ള സമരങ്ങളിലോ സ്വാതന്ത്ര്യ സമരങ്ങളിലോ മാത്രമല്ല, മനുഷ്യാവകാശ പോരാട്ടങ്ങളിലും ഗാന്ധിയുടെ ഈ ഒരു ആശയത്തിന്റെ സ്വാധീനമുള്ളതായിട്ട് നമുക്ക് കാണാം. ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിൽ, ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ, അതുപോലെ തന്നെ സമൂഹത്തിലെ മറ്റ് പാർശ്വവൽകൃതരായിട്ടുള്ള ആളുകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരങ്ങളിലെല്ലാം തന്നെ അഹിംസയുടെ പാത സ്വീകരിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഹിസ് ഫിലോസഫി ഷോഡ് ദാറ്റ് ട്രൂ പീസ് ഈസ് അച്ചീവ്ഡ് ത്രൂ കമ്പാഷൻ, റെസ്പെക്ട് ആൻഡ് ഇക്വാലിറ്റി, നോട്ട് ജസ്റ്റ് ദി ആബ്സെൻസ് ഓഫ് വാർ. അപ്പോൾ ഗാന്ധിയുടെ ഈ ഒരു ഫിലോസഫിയിൽ പറയുന്നത് യുദ്ധമില്ലാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് പരസ്പര ബഹുമാനവും സഹാനുഭൂതിയും സമത്വവും എല്ലാം ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ സമാധാനം എന്നാണ് ഗാന്ധിയുടെ ഫിലോസഫിയിൽ പറയുന്നത്. ഗാന്ധിസ് വിഷൻ ഓഫ് നോൺ വയലൻസ് ഹാസ് ഹാഡ് എ ലാസ്റ്റിംഗ് ഇമ്പാക്ട് ഓൺ ഗ്ലോബൽ മൂവ്മെന്റ്സ് ഫോർ സിവിൽ റൈറ്റ്സ്, പീസ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. ഇത്തരത്തിൽ ലോകവ്യാപകമായിട്ട് പൗരാവകാശങ്ങൾക്ക് വേണ്ടിയും സമാധാനത്തിന് വേണ്ടിയും സാമൂഹ്യ നീതിക്ക് വേണ്ടിയുമുള്ള പോരാട്ടങ്ങളിൽ ഗാന്ധിയുടെ ആശയത്തിന്റെ സ്വാധീനം വലിയ രീതിയിലുള്ളതായിട്ട് നമുക്ക് കാണാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.